വായുവില്ലാതെ മനുഷ്യന് എത്ര നേരം ജീവിക്കാനാകും? പരമാവധി 3 മിനിറ്റ്. വെള്ളമില്ലാതെയോ 3 ദിവസം. ആഹാരമില്ലെങ്കിൽ 3 ആഴ്ച വരെ. എന്നാൽ തേനീച്ചയില്ലാതെ എത്ര നാൾ ജീവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ജീവിക്കാനാകുമെന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ലോകം കണ്ട മികച്ച ശാസ്ത്രജ്ഞന്മാരിലൊരാളായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതു സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. തേനീച്ചയില്ലാത്ത ലോകത്ത് മനുഷ്യന് 4 വർഷത്തെ ആയുസ്സു മാത്രമേ ഉള്ളൂ. നാം കരുതും പോലെ തേനീച്ച അത്ര നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലായല്ലോ. പ്രകൃതിയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ജീവികളിലൊന്നാണ് തേനീച്ച. കടന്നലുകളുടെയും ഉറുമ്പുകളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഈ പറക്കും ഷഡ്പദം നമ്മുടെ അന്നദാതാവാണ് എന്ന് പറയുന്നതിൽ തെല്ലും അതിശയോക്തിയില്ല. നമ്മുടെ ഭക്ഷ്യവിളകളിൽ 80% തേനീച്ചയുടെ പരാഗണത്തിൽ നിന്നുണ്ടാകുന്നതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ 1/3 ആഹാരവും ലഭ്യമാക്കുന്നത് തേനീച്ചയാണ്. ആപ്പിൾ, മാമ്പഴം, പീച്ച്, തേയില, മത്തൻ, ചെറി, തണ്ണിമത്തൻ, വെളുത്തുള്ളി, ബ്രോക്കോളി, സപ്പോട്ട, സൂര്യകാന്തി, ക്യാരറ്റ്, കശുവണ്ടി, കോട്ടൺ. ഈ പട്ടിക പറഞ്ഞാൽ തീരില്ല. തേനീച്ച ഇല്ലാതാകുന്നതോടെ മിക്ക ആഹാര സമ്പത്തും നാണ്യവിളകളും നമുക്ക് നഷ്ടമാകും. ഏതാണ്ട് 2.5 ലക്ഷത്തോളം ഇനം പൂക്കളിൽ തേനീച്ചയുടെ പരാഗണം നടക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ലോകത്ത് ഒരേ ഒരു ഷഡ്പദം മാത്രമേ മനുഷ്യനുള്ള ആഹാരം നേരിട്ട് പാകപ്പെടുത്തി തരുന്നുള്ളൂ. അത് തേനീച്ചയാണ്. ആഹാരമാകട്ടെ തേനും. കീടനാശിനികളുടെ അമിത ഉപയോഗം തേനീച്ചകളുടെ നാശത്തിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ ആഹാര സമ്പത്തിന്റെ അപകടകരമായ നാശത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. തേൻ തരുന്ന വെറും ജീവി എന്നതിലപ്പുറം പ്രകൃതിയുടെ വലിയൊരു കണ്ണിയാണ് തേനീച്ച. ആ കണ്ണി പൊട്ടിപ്പോകാതെ സംരക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് തേനീച്ചയെ വെറുമൊരു തേനീച്ചയായി കാണരുത്. പ്രാണവായു പോലെ, ജീവജലം പോലെ തേനീച്ചയെയും നാം സംരക്ഷിക്കണം.